അങ്ങനെ നമ്മുടെ ഭാസ്കരൻ്റെ ഏട്ടനും അനിയത്തിയും വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബാത്റൂമൊക്കെ കെട്ടാൻ പാടില്ല, ഓടൊന്നും മേയാൻ പാടില്ല എന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നേരെ സുനന്ദയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ തലേ ദിവസം നടന്ന സംഭവങ്ങൾ മുഴുവൻ വിളിച്ച് പറയാം. എന്നാൽ നിങ്ങളുടെ മകളെ വേഗം ഒഴിവാക്കിയിട്ട് ഭർത്താവിനെ ഒഴിവാക്കി വീട്ടിൽ വന്നിരിക്കുന്നത് കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഭാസ്കരൻ്റെ ഏട്ടനും അനിയത്തിക്കൊക്കെ വല്ലാതെ പേടിയാവുന്നുണ്ട്. അയ്യോ അവർ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഒന്നും മുണ്ടാതെ പോകുന്നുണ്ട്. എന്തായാലും അവരവരുടെ പണിയൊക്കെ തുടങ്ങുന്നുണ്ട്, ബാത്റൂമിൻ്റെ പണിക്കുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നിധി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്താ പണിയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ രാവിലെ പോകുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ബാത്റൂം കേട്ടാനാ മോളെ എന്നൊക്കെ നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോയി എല്ലാവർക്കും ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി പോയി എല്ലാവർക്കും ചായ എടുത്ത് വന്നിട്ട് ഭാസ്കരൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഭാസ്കരൻ്റെ കയ്യിൽ വലിയ മുറി കണ്ടിട്ട് അയ്യോ എന്തത് പറ്റിയേ, അന്നത്തെ പടക്കം പൊട്ടിയിട്ടാണ്, എന്താ ഇങ്ങനെ ഒന്ന് ആസ്പത്രി പോകാറുന്നില്ലേ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, ഇതിനെക്കാട്ടിലും വലിയ വലിയ മുറി ഉണ്ടായിട്ട് ഇതൊക്കെ ഒരു ചെറിയ മുറിയല്ല മോളെ, അതൊക്കെ വിട്ട് കളയാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് കാണുമ്പോൾ നമ്മുടെ നികേഷിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ നീതി പറയും, നിൻ്റെ അച്ഛന് നിനക്ക് കാരണമല്ല, നിൻ്റെ കാരണമല്ല ഇതൊക്കെ പറ്റിയത്, നീ എന്തായാലും അയാളോടൊരു മാപ്പ് പറഞ്ഞൂടെ, ഒരു സോറി എങ്കിലും പറഞ്ഞൂടെ, എന്താ നികേഷ് നീ ഇങ്ങനെ, ഞാൻ ഒരിക്കലും പറയില്ല, എനിക്ക് അയാൾ അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല, എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടമല്ല ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നികേഷ് എന്ന് പറയുമ്പോൾ എന്തായാലും നിധിയോട് ദേഷ്യപ്പെട്ടിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നു, അവൻ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു നിധി എന്നൊക്കെ പറഞ്ഞു. അത് വിട്ടുകള സുഭാഷേട്ടൻ, അത് നമ്മുടെ അനിയൻ കുട്ടനല്ലേ, അവൻ എന്നോട് ദേഷ്യപ്പെട്ട എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മുടെ നിധി. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നികേഷ് നിധിയോട് വന്നിട്ട് സോറിയൊക്കെ പറയുന്നത്, സോറി എടുത്ത് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടിന് സോറി എന്നൊക്കെ പറയും. വിട്ടുകളടാ, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ നീ അച്ഛനോട് ക്ഷമ പറയാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എനിക്ക് അയാളോട് ക്ഷമ ഒരിക്കലും പറയാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ ശരി വിട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും അവരെല്ലാവരും കൂടി രാത്രി ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ സുനന്ദ വിളിക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നത്, അയ്യോ ഇവളിപ്പോൾ എന്തിനാ വിളിക്കണേ, ഞാൻ ഫോൺ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ നിധി പറഞ്ഞു, എന്തിനാ ഫോൺ എടുക്കുക അത്ര മടിയാവണത്, അവൾ നിങ്ങളുടെ അമ്മായിയുടെ മോളല്ലേ, അവളിപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി ആദ്യത്തെ ബന്ധം അവൾ പുതുക്കാനോ ഒന്നും ആവില്ല, ഒന്ന് ഫോൺ എടുത്ത് സംസാരിക്കുക സുഭാഷേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷേട്ടൻ എന്തായാലും ഫോൺ എടുക്കണില്ല. ആ സമയത്ത് നിധി പറഞ്ഞിട്ട് എന്തായാലും ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളായിരിക്കും. ആ സുനന്ദ എന്തൊക്കെയോ വിശേഷം എന്നൊക്കെ പറയുന്നുണ്ട്. നിധി ആ സുഖമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എവിടെ നമ്മുടെ സുഭാഷേട്ടനൊന്ന് കൊടുക്കുമോ പറഞ്ഞിട്ട് സുഭാഷേട്ടൻ ഞാൻ കഴിക്കായിരുന്നു മോളെ, അതാണ് ഫോൺ എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ്, നിനക്ക് അവിടെ സുഖമല്ലേന്ന് ചോദിക്കുമ്പോൾ അവൾ വീട് മുഴുവൻ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിക്കുന്നുണ്ട്, എല്ലാം സന്തോഷമായിട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവളുടെ ഭർത്താവിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഫോൺ. ആ സമയത്ത് വേഗം സുഭാഷേട്ടൻ പേടിച്ചിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സുനന്ദ ഒന്നും കൂടി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. നിധി ചോദിക്കേണ്ടത് എന്തിനാ സുഭാഷേട്ടൻ അങ്ങനെ പേടിക്കണമെന്ന് പറഞ്ഞു. വേണ്ട മോളെ, അവളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയല്ലേ, ഇനി അവൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരണ്ടെന്നൊക്കെ പറയും. ഇനി അവൾ വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം, എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.